സോഫ്റ്റ് ഷിഫോൺ, പ്യുവർ ഷിഫോണിൽ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരിയിലെ ഒരു എംബ്രോയിഡറി വർക്കിലായിരിക്കും, ത്രെഡ് വർക്കിലുള്ള ബോർഡറാണ് സാരിക്ക് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വരുന്നത്. അതിൽ നല്ല പാറ്റേണിൽ ഡബിൾ സൈഡ് ബോർഡറും അതേ വർക്ക് തന്നെ ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പല്ലുവിലും വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ഒരു വർക്ക് വരുന്നത്. ഒരു സ്കാലപ്പിലായിരിക്കും എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത്. ബോഡി വരുന്ന പ്ലെയിൻ ആണ്. സോഫ്റ്റ് പേസ്റ്റൽ പീച്ചാണ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. ഈ ഒരു ലുക്കിലായിരിക്കും സാരി വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി, ബ്ലൗസിലും ഫുൾ വർക്കിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഈ ഒരു പാറ്റേണിലാണ് ബ്ലൗസിൽ ആ ഒരു ബാക്ക് പോർഷനിലും സ്ലീവിലും വർക്ക് വരുന്നുണ്ട്. ബോഡിയിൽ വരുന്ന ഇതേ ആ ഒരു ത്രെഡ് വർക്കിന് തന്നെ കോമ്പിനേഷനിലായിരിക്കും ബ്ലൗസിലും വരുന്നത്. അടുത്ത കളർ പേസ്റ്റൽ ഗ്രീൻ ആണ്, പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെയാണ്. ഡബിൾ സൈഡിലും പല്ലു എല്ലാം ഫുൾ ആ ഒരു വർക്കിൽ തന്നെ വന്നിട്ട് ബ്ലൗസിലും ബാക്ക് പോർഷനും രണ്ട് സ്ലീവിലും വർക്ക് തന്നെ ആയിരിക്കും വരുന്നത്. ഷിഫോൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നെക്സ്റ്റ് കളർ പൗഡർ ബ്ലൂ. പൗഡർ ബ്ലൂവിലും വൈറ്റ് ത്രെഡ് വെച്ചിട്ട് അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണി ആൻഡ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വൈറ്റ് ആണ് സാരിയുടെ കളർ വരുന്നത്. വൈറ്റിൽ വൈറ്റ് ത്രെഡിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഫുൾ സാരി സെയിം പാറ്റേൺ, പല്ലു ഫുൾ വർക്കിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ലാവൻഡർ ആണ്. നല്ലൊരു പേസ്റ്റൽ ലാവൻഡറിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് സാരി നല്ലൊരു പിങ്ക് ടോൺ ആണ്. പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ്. സോഫ്റ്റ് ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് ഫുൾ വർക്കിൽ തന്നെയാണ് എല്ലാ സാരിയുടെയും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് വരുന്ന സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു ഷാമ്പെയിൻ പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിലും എംബ്രോയിഡറി വർക്ക് തന്നെയാണ് വരുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരി ഒരു ക്രഷ് ഫീലാണ് സാരിയുടെ മെറ്റീരിയൽ. ക്രഷ് സോഫ്റ്റ് സിൽക്ക് ആണ്. അതിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ബോർഡർ വരുന്നത് ഫ്ലോറൽ അല്ല, ജോമെട്രിക്കൽ എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെയാണ് ബോർഡറിലും ആ ഒരു വർക്ക് വരുന്നത്. ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വരുന്നത്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിൽ ആ ഒരു വർക്ക്. ബ്ലൗസ് ഫുൾ വർക്കിൽ തന്നെയാണ്. ബാക്ക് പോർഷനും സ്ലീവ് കംപ്ലീറ്റ് വർക്കിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്കാണ്, ക്രഷ് സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. പേസ്റ്റൽ ഗ്രീൻ നെക്സ്റ്റ് ടോൺ. സെയിം അതേ പാറ്റേൺ തന്നെ, വർക്ക് എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ. ക്രഷ് സിൽക്കാണ്, സോഫ്റ്റ് സിൽക്കാണ് സാരിയുടെ മെറ്റീരിയൽ വരുന്നത്. ഫുൾ ഒരു ജോമെട്രിക്കൽ പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയിഡറിയിലായിരിക്കും ബോർഡറും ബോഡി ആൻഡ് പല്ലു വരുന്നത്. ഫുൾ വർക്കിൽ തന്നെയാണ് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ ടോൺ ആണ്. ലാവൻഡറിലും സെയിം സ്റ്റൈലിൽ തന്നെയാണ് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. ഇത് റണ്ണിങ് പല്ലു, ഫുൾ വർക്കിൽ തന്നെയാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ഫുൾ ആ ത്രെഡ് വർക്ക് എല്ലാം സെയിം പാറ്റേൺ വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ഫേൺ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഇത് ബോഡി വരുന്നത് ആ ക്രഷ് സിൽക്ക് തന്നെയാണ്. സോഫ്റ്റ് ക്രഷ് സിൽക്ക് തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഇതിൽ നല്ലൊരു ഡിഫറെന്റ് ലുക്കിലാണ് സാരിയിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഒരു സർക്കുലർ മോട്ടീവ്സിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. ഇതാണ് വർക്കിന്റെ ബാക്ക് സൈഡ്. ഇങ്ങനെ വരും. റിവേഴ്സ് സൈഡ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ബോഡി പ്ലെയിൻ വന്നിട്ട് ഇതേ വർക്ക് തന്നെയായിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുന്നത്. ബ്ലൗസ് വരുന്നത് ഫുൾ വർക്കിൽ തന്നെ. ആ ഒരു ബാക്ക് പോർഷനിലും രണ്ട് സ്ലീവിലും ഫുൾ വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ ഒരു ഷാമ്പെയിൻ പിങ്കും റോസ് ഗോൾഡും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. ക്രഷ് സോഫ്റ്റ് സിൽക്ക് സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഫുൾ വർക്ക്, ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു മെറ്റാലിക് ബ്രൗൺ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക്, മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബേബി പിങ്ക് ആണ്. ഒരു പീച്ച് ബ്ലെൻഡഡ് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിന്റെ ബോഡിയിൽ ഫുൾ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. സർക്കുലർ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ഡബിൾ സൈഡ് ബോർഡർ, പല്ലു ആൻഡ് ബ്ലൗസ്. ലാവൻഡറിലാണ് അടുത്ത സാരി. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലായിരിക്കും വർക്ക് വരുന്നത്. വിത്ത് ആ ഒരു ഫുൾ വർക്കിലായിരിക്കും എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു. സോഫ്റ്റ് ക്രഷ് സിൽക്കിൽ വന്ന എംബ്രോയിഡറിയിലുള്ള സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരിയാണ്. ഇതിന്റെ ആ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് മാറിയിട്ടുണ്ട്. ഇതും ഒരു മെറ്റാലിക് ബ്രൗൺ തന്നെയാണ് സാരിയുടെ ടോൺ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് സാരിക്ക്. ഡബിൾ സൈഡ് ബോർഡർ, മുന്താണിയിലും സെയിം വർക്ക് തന്നെയായിരിക്കും വരുന്നത്. ആ ഒരു ഫുൾ വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്.